എൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും കാണുന്ന ആ പിങ്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഞാനിന്ന് ബ്ലൂ ആക്കാൻ പോവാണ്. കാരണം ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ആ ടേബിളിലിരിക്കുന്ന എല്ലാ സാധനവും എടുത്ത് ഞാൻ കട്ടിലോട്ട് മാറ്റിയിട്ട് പിന്നീട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. അധികം പൊടിയൊന്നും ഇല്ല, എന്നാലും ഞാൻ വൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ടേബിളിലോട്ട് ഡബിൾ ലെയറായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് വിരിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ജീവിതത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഈ അയൺ ചെയ്യുക എന്നത്. ഈ അയൺ ചെയ്യുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അയൺ ചെയ്യാൻ പറ്റുന്ന ഒരു തുണിയും വാങ്ങാറുമില്ല, വാങ്ങിച്ചത് ഇടാറുമില്ല. അഥവാ കയ്യിലുണ്ടെങ്കിൽ ഇടണമെന്നുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടാണ് അത് അയൺ ചെയ്യിപ്പിക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ ടേബിളിലോട്ട് ഞാൻ തന്നെ ചെയ്ത ഫോട്ടോ ഫ്രെയിമും കുറച്ച് സ്റ്റോൺ ആർട്ടും എൻ്റെ കീ ചെയിനൊക്കെ ഞാനിങ്ങനെ വയ്ക്കുന്നുണ്ട്. ഒരു സ്റ്റോൺ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ അടുത്തത് താഴെ വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചിങ്ങനെ എൻ്റെ ലാമ്പും അങ്ങനത്തെ കുറച്ച് കിൻഡർ ജോയുടെ കൂടെ കിട്ടിയ സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഞാൻ ചെയ്ത ക്യാൻവാസ് പെയിൻറ്റും പിന്നെ വേറൊരു ലാമ്പും എല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്തെല്ലാം വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാറുന്നതോ അങ്ങനെയൊന്നും, ഞാൻ തന്നെ മാറ്റും, ഞാൻ തന്നെ തിരിച്ച് വയ്ക്കും. പിന്നെ ഈ കപ്പിൻ്റെ അകത്ത് കാണുന്നത് ജാതിപത്രിയാണ്. അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ കപ്പിൻ്റെ അകത്ത് അങ്ങനെ ഇട്ടിട്ട് ബോൾ ഇങ്ങനെ മുകളിൽ വച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ജാതിപത്രിയുടെ സ്മെല്ലങ്ങ് നഷ്ടപ്പെടും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ സൈഡിലോട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ മൂവബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചോക്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത ഒരു ഫോം ഓഫ് ആർട്ട് അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് മാറ്റി അതേ ചെയർ തന്നെ സെയിം പൊസിഷനിലോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ ചെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നടുവേദന ഇല്ലാത്തവർക്ക് പോലും നടുവേദന വരുത്തുന്നൊരു ചെയറാണ്. അത്രയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഫൈനലി ഇങ്ങനെയാണ് ടേബിൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത്. അപ്പോഴേക്കും എനിക്കൊരു തോന്നൽ ഇതും കൂടെ ഒന്ന് കളർ മാറ്റിയാലോ എന്ന്. അങ്ങനെ അതും ചെയ്തു. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.